ഗൈസ്, വെൽക്കം ടു മച്ചാണ്ടക്കി. ഇന്ന് നമ്മൾ iQOO Z9 S Pro പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടു ഗെറ്റ് റെഗുലർ ടെക് അപ്ഡേറ്റ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. iQOO Z9 S Pro 25,000 രൂപയ്ക്ക് ലോഞ്ച് ചെയ്യുന്ന iQOOന്റെ ഒരു മൾട്ടി ടാസ്കർ ഫോൺ ഇതാ വന്നിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഫോണിന്റെ ലോഞ്ചിൽ. നമ്മൾ റിവ്യൂടെ എത്തിരി ലേറ്റ് ചെയ്യുന്നത് പേടിക്കണം. നമ്മുടെ റിവ്യൂ പക്ക റിവ്യൂ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പോവാം. 25,000 രൂപയുടെ കീഴിൽ വരുന്ന iQOO Z9 S Proയിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 7 Gen 3 വിച്ച് ഹാസ് ANTUTU സ്കോർ ഓഫ് 8,20,000. ഈ സെഗ്മെന്റിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പ്രോസസർ ഉള്ള ഒരു ഫോൺ കൂടിയാണ് ഇത്. ഈ സെഗ്മെന്റിൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ഉള്ള ഫോൺ കൂടിയാണ്. ഇറ്റ് ഹാസ് എ 3D കർവ് 120 Hz 4000 nits പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഒരു അടിപൊളി ഡിസ്പ്ലേ കൂടിയുള്ള ഒരു ഫോണും കൂടിയാണ് ഇത്. സംസാരിക്കാം. ഇതിൽ വരുന്നത് 50 മെഗാ പിക്സൽ ഒരു സോണി IMX882 പോർട്രേറ്റ് സെൻസറാണ്. പിന്നെ ഒരു 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ, മാക്രോ ക്യാമറ, അത് നമ്മൾ നോക്കണ്ട. പിന്നെ ഒരു 16 മെഗാ പിക്സലിന്റെ സെൽഫിയും കിടിലൻ സെൽഫി ഫോട്ടോസ് ആണ് ഇതിൽ നിന്ന് കിട്ടുക എന്നാണ് കമ്പനി പറയുന്നത്. ഫോണിൽ 5000 mAh ഒരു ബാറ്ററിയും 80 വാട്ടിന്റെ ഫ്ലാഷ് ചാർജിങ്ങും ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഫോൺ കഷ്ടിച്ച് 45 മിനിറ്റുള്ളിൽ ഫുൾ ചാർജ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ IP64 അഗ്രിഗേഷൻ ഉണ്ട്. അതായത് ഇത് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്കിത് ചെറിയ മഴയും ചെറിയ പൊടി കൊണ്ടാൽ ഒരു പ്രശ്നമില്ല എന്നാണ് കമ്പനി പറയുന്നത്. എന്നാലും ഇത് നമ്മുടെ വാറണ്ടിയിൽ ക്ലെയിം ആവില്ല. ഓക്കെ, മൾട്ടി ടാസ്കർ ഫോൺ വേണമെങ്കിൽ, അതും iQOO തന്നെ വേണമെങ്കിൽ iQOO Z9 S Pro എപ്പോഴും കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഇത് സ്റ്റുഡൻസിന് വേണ്ടി iQOO ഇറക്കിയ ഒരു മെഗാ ടാസ്കർ ഫോണാണെന്നാണ് iQOO പറയുന്നത്. നമുക്ക് ഈ ഫോണിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ റിവ്യൂ ഇനി അടുത്ത് വരുന്ന വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ ഇതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് മച്ചാണ്ടക്കി. അപ്പോൾ ബൈ ഗൈസ്.